രാജ്യത്തെ ഭാഷാ പോര് മുറുകുന്നതിനിടെ നിർണായക നീക്കവുമായി കർണാടക. സംസ്ഥാനത്തുടനീളമുള്ള ഭരണ, വിദ്യാഭ്യാസ, വാണിജ്യ പ്രവർത്തനങ്ങളിൽ കന്നഡയുടെ വിപുലമായ ഉപയോഗം നിർബന്ധമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തുടനീളം കന്നഡ ഭാഷയുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കന്നഡ വികസന അതോറിറ്റിയുടെ ശുപാർശകളെ പിന്തുടർന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് കന്നഡ ഭാഷയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിടുന്നു. കൂടാതെ കന്നഡികർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. പുതിയ ചട്ടപ്രകാരം കർണാടകയിലെ എല്ലാ സർക്കാർ ഓഫീസുകളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, വാണിജ്യ സ്ഥാപനങ്ങളും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കന്നഡയ്ക്ക് മുൻഗണന നൽകണം. ഇതിൽ പൊതു ഇടങ്ങളിലെ മുന്നറിയിപ്പ് ബോർഡുകൾ, പരസ്യങ്ങൾ, ജോലിസ്ഥലത്തെ ആശയവിനിമയം, കൂടാതെ കന്നഡ പ്രാഥമിക ഭാഷയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ എല്ലാം കന്നഡയിൽ ആയിരിക്കണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഉത്തരവിന്റെ നടപ്പാക്കൽ നിരീക്ഷിക്കാനും നിയമലംഘനങ്ങൾ ഉടനടി പരിഹരിക്കാനും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കന്നഡ വ്യാപകമായി നടപ്പാക്കാനും അതിനെ ശാക്തീകരിക്കാനുമുള്ള ശ്രമങ്ങൾ കാലങ്ങളായി തുടരുകയാണ്. എന്നാൽ ഇതൊക്കെയും പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഈ നീക്കത്തിനുള്ള പിന്തുണയുമുണ്ട്. കന്നഡയെ ജീവിതത്തിന്റെ ഭാഷയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടുത്തിടെ ബംഗളൂരുവിൽ നടന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരമൊരു ഉത്തരവും വന്നിരിക്കുന്നത്. അതിനിടെ ഭാഷാ തർക്കവുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ ഒരു സംഭവത്തിൽ കന്നഡ ബോർഡുകളില്ലാത്ത ബസ്സുകൾക്കും ജീവനക്കാർക്കും നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയിലുള്ള ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിലുള്ള ത്രിഭാഷാ നയത്തെ ചൊല്ലി വിവാദം ആളിപ്പടരുന്ന വേളയിൽ കൂടിയാണ് കർണാടകയുടെ ഈ നിർണായക നീക്കം. ഇതിനെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ശക്തമായി എതിർക്കുകയും തുടർന്ന് BJPയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതേസമയം ഭാഷാ തർക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഹിന്ദി നിർബന്ധമാക്കിയതിനാലാണ് അവിടുത്തെ പുരാതന ഭാഷകളെ ഇല്ലായ്മ ചെയ്തത് എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഉത്തർപ്രദേശും ബീഹാറും ഒരിക്കലും ഹിന്ദി ഹൃദയഭൂമി ആയിരുന്നില്ല എന്നും അവരുടെ യഥാർത്ഥ ഭാഷകൾ ഇപ്പോൾ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിവാദപരമായ ത്രിഭാഷാ ഫോർമുല പ്രകാരം മിക്ക സംസ്ഥാനങ്ങളും സംസ്കൃതത്തിന് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തമിഴ്നാട് 1967 മുതൽ ദ്വിഭാഷാ നയമാണ് പിന്തുടരുന്നത്. അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാനുള്ള ശ്രമങ്ങൾ അക്രമാസക്തമായ കലാപങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന് ഭരണനഷ്ടമായത്. പുതിയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കിയില്ലെങ്കിൽ തമിഴ്നാടിനുള്ള 2400 കോടി രൂപയുടെ ഫണ്ട് തടഞ്ഞുവെക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് നിലവിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. കേന്ദ്രം ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് ആരോപിച്ച് സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ശക്തമായിട്ടാണ് തിരിച്ചടിച്ചത്.